ആർച്ചിലേ ആദ്യം മോനിഞ്ഞ് കയറണം. അമ്മ ഇനി കയ്യെ പിടിച്ച് കയറ്റി. ഞാൻ കയറി. കയറി കയറി കയറി. കയറിക്കോ. ജാക്കറ്റ് കിട്ടിയിടണം കേറാനുള്ളത്. ഇത്രയും കാര്യമുള്ളൂ. അവിടെ കയറുന്നു. കഴിഞ്ഞാൽ അത് കരിക്കിളക്കി കൊടുത്തിട്ട് അതിന്റെ തൊണ്ടെല്ലാം അതിനകത്ത് വളർത്തി വേണം. അങ്ങനെ ശനി ഞാറും അവർ വന്ന് കരിക്ക് വെട്ടിക്കൊടുക്കും. ഇഷ്ടം പോലെ ഈ കല്യാണ എന്തുമായിട്ട് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിനെ എല്ലാം ഏറ്റവും കൂടുതൽ ആര് വന്നാലും കൊട്ടവഞ്ചി. പിന്നെ അവര് തന്നെ പൂക്കളും ഇപ്പൊ പ്ലാസ്റ്റിക് പോവാ, മറ്റേത് ഭയങ്കര വിലയില്ലേ പൂവിന്. അപ്പൊ പ്ലാസ്റ്റിക് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് പിന്നെ ഈ ഗിറ്റാറോ ചെണ്ടയോ വല്ല ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ച് പെണ്ണും ചെറുക്കനും ഇതിനകത്ത് ഇരുന്ന് അങ്ങനെയൊക്കെ ഭയങ്കര പരിപാടികളാകും. എന്ത് ജോലി ചെയ്യുന്നു? ശമ്പളം ഇല്ലാത്ത ഏറ്റവും വലിയ ജോലി. അല്ല, ഏറ്റവും ഭാരിച്ച ജോലി ശമ്പളവും ഇല്ല. എനിക്ക് തെറിവിളിയെല്ലാം കേൾക്കുകയും വേണം. അവിടെ ബോർഡ് വെച്ചേക്കാം. നമ്മുടെ മെയിൻ പോയിന്റ് അത്. മൺട്രോത്തുരുത്ത് എന്ന പേര് വരാനുള്ള കാര്യം എന്താണെന്നറിയോ? കേണൽ മൺട്രോയുടെ നാമധേയത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. റാണി ലക്ഷ്മിഭായ് തമ്പുരാട്ടി, അന്ന് ആ ബ്രിട്ടീഷ് ഭരണകാലത്ത് റാണി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഈ മൺട്രോത്തുരുത്ത് എന്ന സ്ഥലത്തിന് അദ്ദേഹം റൂളറായി ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നല്ലോ കേണൽ മൺട്രോ. അദ്ദേഹത്തിന് ദാനം കൊടുത്തതാണ്. നിത്യ ചെലവിനും ഏതാണ്ടൊരു കോളേജിനോ ഇൻസ്റ്റിറ്റ്യൂഷനോ പഠിത്തത്തിന് വേണ്ടി കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടി സഹായം കൊടുത്തത്. അന്ന് മൺട്രോത്തുരുത്ത് ദാനം കൊടുത്തായിരുന്നു. അന്ന് അവർ അങ്ങനെ ആയിരുന്നല്ലോ രാജ്യഭരണങ്ങളെല്ലാം. അങ്ങനെ അദ്ദേഹം ഭരിക്കുന്ന ആ സമയങ്ങളിൽ ഇപ്പൊ ഏകദേശം 150 വർഷത്തിന് മുമ്പായിരിക്കുമല്ലോ ബ്രിട്ടീഷ് ഭരണം. ആ സമയമാണല്ലോ. അന്ന് കല്ലടയാർ മൺട്രോത്തുരുത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, മഴ, ഇതെല്ലാം എന്ന് പറഞ്ഞ വലിയ ദുരന്തങ്ങളായിരുന്നു. അന്ന് ചെറിയ ചെറിയ കൃഷികൾ, വാഴ കൃഷികൾ, നാളികേരത്തിൻ്റെ സുലഭമായിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ആ അടിക്കടി ഉണ്ടാകുന്ന വെള്ളത്തിനെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കല്ലടയാറിൽ നിന്നും പുത്തനാറ് കായലിലേക്ക് ഏതാണ്ട് 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം നീളത്തിൽ വെട്ടിയുണ്ടാക്കി പുത്തനാർ. ഇന്നത് ആഴം കൂടിയ ഒരു പ്രദേശമായി മാറി, വീതിയും കൂടി, ഗതാഗതത്തിന് അനുയോജ്യമായൊരു സംഭവമായി. അങ്ങനെ ആ വെള്ളത്തിന് കായലിലേക്ക് ഒഴുക്കി വിടുക. ഈ കായലിൽ നിന്ന് പിന്നെ അറബിക്കടലിൽ ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അത് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞാൽ 8 പ്രദേശം എന്നുള്ളതാണല്ലോ. അതിലൊരു ഭാഗമാണ് കാഞ്ഞിരോട്ട് ഭാഗം എന്ന് പറയുന്നത് ഇവിടം മൺട്രോത്തുരുത്തിൻ്റെ. പിന്നെ പ്രാക്കുളം ഇങ്ങനെ അഷ്ടമുടി നീണ്ടാറി ചെന്ന് അവസാനിക്കുമ്പോൾ 8 ഭാഗങ്ങൾ ചെയ്യുന്ന അതാണ് അഷ്ടമുടി എന്ന് പറയുന്നത്. പിന്നെ മത്സ്യം സുലഭമായിട്ടുണ്ടാകുന്നു. ഈ കണ്ടൽ പ്രദേശങ്ങളായപ്പം സുരക്ഷിതമായിട്ട് മത്സ്യങ്ങൾക്ക് വസിക്കാം. ഞണ്ട്,
മീന, പിന്നെ ഈ കൊഞ്ച്, ഇതെല്ലാം ഇഷ്ടം പോലെ സുലഭമായിട്ടുള്ള. അതിനെ ആക്രമിക്കാൻ പറ്റുന്നില്ലല്ലോ, പിടിക്കാനും പറ്റത്തില്ലല്ലോ. ടൈഗർ പ്രോൺ ഉണ്ട്, വനാമി ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള. ഇപ്പം വനാമി കൃഷിയായിരുന്നു കൂടുതല. ഇപ്പം ഏതാണ്ട് വെള്ളത്തിൽ ഏതാണ്ട് അസുഖങ്ങൾ വന്ന് എല്ലാം നശിച്ച് ചെമ്മീൻ കർഷകർ വലിയൊരു പാളിച്ച അവർക്ക് വന്നത്. ഇപ്പം വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു. ഹിന്ദിക്കാർ വരും, പിന്നെ മലയാളികളും എല്ലാവരും ഇപ്പോൾ അങ്ങനെ അവർ ടൂറിനായിട്ട് പോയി. കോവിഡിന് ശേഷം എല്ലാവരും വീട്ടിൽ ഇരിക്കത്തില്ല, എല്ലാവരും ജീവിതം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതം എൻജോയ് ചെയ്യാൻ പറയും. എല്ലാവരും അതിൻ്റെ മാന്യമായിട്ടുള്ള കൈകാര്യം ചെയ്യും. ഇതിനാണോ എങ്ങനെയാ പാട്? ചൂടുണ്ടോ? അങ്ങ് അവിടെ പോകരുത് പോനെ, കുഴിയാ അവിടെ. നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ലയോ? അയ്യോ, വരുന്നവരെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങി നോക്ക്. ഇതേ മണ്ണിട്ട് ക്രിയേറ്റ് ചെയ്തതാ, ചെളിയൊന്നുമില്ല. സാമ്പ്രാണിക്കോടിയുടെ കൊണ്ട് ചെളിയൊന്നുമില്ല. അയ്യോ, ആര് വന്നാലും നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇറങ്ങാതെ പോകുന്നത് കേട്ടോ. അതിന്റെ ഇടയ്ക്കൊക്കെ സ്ലാബൊക്കെ ആക്കിയിടാം. അടാൻ വെച്ച് തണലുണ്ട്. ബാക്കിലോട്ട് പോയാൽ വൈകുമായിരിക്കും. വൈവൊന്നുമില്ല, ബുക്കെടുക്കാൻ ആൾക്കാർ വേണം. കുറേശ്ശേരം മാറ്റാം. കാട്ടണം തോന്നില്ലേ? നാടൻ ചെത്ത് കള്ള് ഷോപ്പിലെ കറികൾ. മൺട്രോൾ തുരുത്തുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.